അമ്മണി എന്താ ചാക്കോയോട് പറയാതെയാണോ പോകുന്നത്? അങ്ങേര് സർക്കിട്ട് അല്ലേ? ഡേയ്സ് മോളോ? മദ്രാസിലെ ഹോസ്റ്റലിൽ തന്നെ. അമ്മണി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയായി. അതെ, வாசு தானே? எந்த கேர்சி? சாக்கோ இப்ப பயங்கர ஆபத்துல மாட்டிருக்கான். நீங்க உடனடியா புறப்பட்டு பெங்களூர் வரணும். போன்ல எல்லாம் பேச முடியாது. நீங்க சீக்கிரம் வாங்க இங்க. ஓகே? ₹1.25 கோடி டிராஃப்ட காமிச்சி இங்க இருக்கிறவங்க எல்லாரையும் பயமுறுத்தி காசு வாங்கினா சாக்கோ ஒரு தடவை இல்ல 2 தடவை. ₹1.25 கோடி ரூபாயோ? இது எവിടുന്നാ இது? மெட்ராஸ்ல இருந்து எப்படியோ மேனிபுலேட் பண்ணி வந்த கள்ள டிராஃப்ட். விஷயம் தெரிஞ்சு எவனோ காட்டி கொடுத்துட்டான். நேத்து பெங்களூர் சிட்டி ரேஞ்சில் நடந்த ஆக்ஷன்ல எல்லாரும் கையை கழுவிட்டாங்க. டெண்டர் ஓபன் பண்ணப்ப அது நம்ம தலையில விழுந்துருச்சு. എന്നിട്ട് அந்த டிராஃப்ட் இப்ப கலெக்டர் கையில. அது நாளைக்கு பேங்க்குக்கு போகும்போது நம்ம குட்டு வெளிப்பட்டுடும். அதுக்கு முன்னாடி மெட்ராஸுக்கு போய் பேங்க் மேனேஜரை பார்த்து எல்லாத்தையும் சமாளிக்கணும். இல்லனா ரொம்ப டேஞ்சர். അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? நான் வேண்டாம் வேண்டாம் 2 தடவை சொன்னேன். ஆனா கேட்கலையே. ചാക്കോ ഇപ്പൊ എവിടെ ഉണ്ട്? அவனை அவங்க பிடிச்சு வச்சிருக்காங்க. நான் வந்தா ஒன்னும் சரியா வராது. நீங்க போய் எப்படியாவது செட்டில் பண்ணுங்க. അളിയ, എനിക്കൊരു അബദ്ധം പറ്റി. വാസുവിനെ വരുത്തി കാര്യം തീർത്തില്ലെങ്കിൽ ഇവര് പോലീസിനെ അറിയിക്കുമെന്ന്. ಏನೋ ಮಲಯಾಳದಲ್ಲಿ ಮಾತ್ರ ಬುದ್ಧಿ ಅಂತ ತಿಳ್ಕೊಂಡಿದ್ದೇನೋ ಬೋಳಿ ಮಗನೇ. ബംഗാരപ്പ, നീ സുമ്മിനേരി, നാ ഹെൽത്തിന്. എടോ, തന്റെ പങ്കുകാരൻ ചെയ്ത തന്തയ്ക്ക് പറക്കാഴിയ എല്ലാം ഞാൻ അറിഞ്ഞു. അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. എത്ര രൂപ വേണേലും ഞാൻ തരാം. തന്റെ രൂപ മേലിൽ വാസ്കോ എന്നും പറഞ്ഞ് കർണാടകത്തിൽ ചരിക്കാൻ വരരുത്. അതിനാ തന്നെ കൂടെ ഇവിടെ വരുത്തത്. രണ്ടിനും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. നീ എന്നെ ചതിക്കായിരുന്നു. ഇറങ്ങ്. ഉങ്ങളെ യാർ ചാക്കോ? ഞാനാ. ഇൻസ്പെക്ടർ, നോ ആർഗ്യുമെന്റ്സ്. കം ഓൺ. ഇൻസ്പെക്ടർ കേർസി, ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വാ. ஓகே, சரி சரி. இப்ப நான் வரேன். നമുക്കൊരു വക്കീലിനെ ഏർപ്പെടുത്തിയാലോ? அதெல்லாம் ஒண்ணும் வேண்டாம். இப்ப நான் யாரோட பேசிட்டு இருந்தேன் தெரியுமா? இந்த கவர்மெண்ட்லயே ரொம்ப இன்ஃப்ளூயன்ஸ் உள்ள ஒரு ஆள். அவர் நினைச்சா நடக்காத விஷயமே இல்லை. நான் வாங்க போலாம். அவங்க வந்துட்டாங்க.
ഇരിക്കൂ. KRC വിവരം അറിയിച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ കിട്ടിയില്ല. പിയോട് വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ஹலோ, அவர் தான் பேசுறாருமா. நான் தான் பேசுறேன். அவர் பேரு சாக்கோ. ஆமா, எனக்கு ரொம்ப வேண்டியவர் தான். ആരോടാ പറയുന്നത്? சரி, தேங்க்ஸ். KRC മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാക്കോയെ ഉടനെ ഹാജരാക്കും. ഏതെങ്കിലും ഒരു വക്കീലിനെ അയച്ച് ജാമ്യത്തിലെടുത്തോളൂ. ബാക്കി പിന്നെ നോക്കാം. KRC പോയാൽ മതി. വാസു ഇരിക്കൂ. വാസു മുതലാളുടെ മുഖത്തെന്താ ഒരു വിഷമം? കൂട്ടുകാരനെ പറ്റിയാണെങ്കിൽ പേടിക്കണ്ട. KRC ചാക്കോയും കൊണ്ടേ വരൂ. അല്ലെങ്കിലും എന്തിനാ പതറുന്നത്? ഇതിലും വലിയ ആപത്തുകൾ നേരിട്ടവരല്ലേ നിങ്ങൾ? വരൂ, മുകളിലിരിക്കാം. കാർത്തികേയൻ ചേട്ടന്റെ മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ? അതെ. എത്ര കുട്ടികളുണ്ട്? ഇല്ല. എനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല. 8-9 വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടു ശ്രീകണ്ഠ മുതലാളിക്ക് പണമുണ്ടായിരുന്നു, സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു. ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ എനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല. എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ, ഒരു നിമിഷം അടങ്ങാത്ത മോഹങ്ങൾക്ക് അടിമപ്പെട്ടുപോയി. ആ പുഴക്കരയിൽ വെച്ച് വാസു ഓർക്കുന്നില്ലേ? തെറ്റായിരുന്നു അത്. എന്നാലും വാസു കരുതിയ പോലെ ഞാനൊരു തേവിടിശയായിരുന്നില്ല. ഇരിക്കൂ. ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞു വരികയല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും. ക്ഷീണം കാണും, വിശ്രമിച്ചോളൂ. ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല. ഞാനും. என்னாச்சு? ஏற்பாடு பண்ணதும் ஆள் இல்லையா? ஜாமீன் அப்பவே கிடைச்சிடுச்சு. சாக்கோவை கெஸ்ட் ஹவுஸ்ல விட்டு வந்திருக்கேன். பாவம், அவன் இப்ப நம்ம கூண்டுல மாட்டின கிளி மாதிரி ஆயிட்டான். ஆமா, வாசு தூண்டில் போட்டிருக்கு. அவசரப்படாத, வெயிட். நான் அவனை கூட்டிட்டு சாக்கோ கிட்ட போகணும், பேசணும். നിർത്തടാ പട്ടി നിന്റെ കരച്ചില്. കെട്ടിയവളെ ഇവിടെ നിന്ന് അരച്ചിറക്കി വിട്ടു. അത് നിന്റെ തോന്നിയാസം. അതിന്റെ പുറത്ത് പെയ്തു. ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും. മതി നിന്റെ ഇവിടുത്തെ പൊറുതി. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. அது எப்படி முடியும்? இவர் கிடைச்சிருக்கிறது கண்டிஷன் பேல் தான். இவர் மெட்ராஸ் சிட்டி விட்டு எங்கேயுமே போக முடியாது. KRC கேஸ் எങ്ങനെ ஒதுக்கும்? ആ ബാങ്ക് മാനേജരെ அது நடக்கவே நடக்காது. அந்த பேங்க்ல டிராஃப்ட் பேப்பரை திருடி மேனேஜர் கழுத்து போட்டு அவன் மாட்டிக்கிட்டான். ஆனா இவர் கேஸ் இன்னும் ஒரு 4-5 வருஷத்துக்கு இழுக்கலாம். அதை பத்தி கவலைப்படாதீங்க. அதை விட முக்கியமான விஷயம், நீங்க லிக்கர் பிசினஸ் லைசன்ஸ்க்காக மினிஸ்டருக்கு 50 லட்சம் ரூபாய் தரேன்னு சொன்னீங்கல்ல, அதை உடனடியாக கொடுத்தாகணும். அப்படி நீங்க கொடுக்கலன்னா இது வரைக்கும் போட்ட பணம் எல்லாம் கோயந்தாதான். அந்த பணத்தை பத்தி பேசுங்க. രൂപ ഉടനെ തരാം. കാണുന്നവരെല്ലാം ചോദിക്കുന്നു, വാസ്കോക്ക് എന്ത് പറ്റി, എന്റെ മരുമകൻ എന്ത് പറ്റി? നാണക്കേട്. എന്താ? ഇയാള് രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ നാളെ ഒരു ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും. എന്തിനാ ഇങ്ങനെ ഒരു പാർട്ണർ? നിനക്ക് മദ്രാസിൽ ബിസിനസ്സിൽ സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജിയില്ലേ, അവനെ ഞാൻ വിട്ടുതരാം. ചാക്കോയെ നമുക്കിന് വേണ്ട, പറഞ്ഞു വിടാന്നറിയേ. എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. അത് നോക്കാൻ എനിക്കറിയാം.
അതല്ല, കാശ് വല്ലതും ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എൻ്റെ ഇല്ല. എന്താടി നോക്കിയിരിക്കുന്നേ? പോപ്പുറത്തെ അച്ഛനിപ്പോ തൃപ്തിയായില്ലേ? ഓ, നിങ്ങൾ വലിയ പണക്കാരൻ. ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് അല്പന അർത്ഥം കിട്ടിയ പോലെ. നിങ്ങൾ വലിയ തറവാട്ടുകാരുടെ യോഗ്യത എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. പറഞ്ഞല്ലോ. ഇല്ല, പ്രസിഡന്റ് ഇലക്ഷനും കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിന്റെ നാട്യം വേറെയാണ്. പഠിപ്പും പദവിയില്ലാത്ത ഒരു ചാരായ കച്ചവടക്കാരനെ കല്യാണം കഴിച്ചതിന്റെ സങ്കടമാണ് നിനക്ക്. ആ പുച്ഛത്തോടെ അല്ലാതെ എന്തെങ്കിലും നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അത്രേ പറ്റൂ, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ സ്വാമി? സുപ്രീം കോടതിയിലെ നമ്മുടെ അപ്പീൽ സ്വീകരിച്ചു. പക്ഷേ കിസ്ത ബാക്കിയിലെ 50% ഉടനെ കെട്ടിവെക്കാനാണ് ഓർഡർ. ഓഹോ. എല്ലാം ചേർത്ത് 32 ലക്ഷം രൂപ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ സർക്കാർ എന്ന് നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും. അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ? ഇല്ല, ഉള്ള മുഴുവൻ മദ്രാസിക്ക് കൊണ്ടുപോയില്ലേ. ഇവിടെ നല്ല ടൈറ്റാ. അപ്പൊ കിസ്തയുടെ കാര്യം? അവന്മാരോട് പോവാൻ പറ. മദിരാശിലേക്ക് ഇനിയും വലിയൊരു തുക വേണം. ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ. നമ്മുടെ നാട്ടിലെ അബ്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാർ കിസ്തടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ ധൂർത്തടിച്ച് തീർക്കുന്നവരാ. ഒടുവിൽ കോടതിയായി, റിട്ടായി, അപ്പീലായി. അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സലിവുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് ആ പേരും പറഞ്ഞ് വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാല് അവർ ചൂലെടുത്ത് അടിക്കത്തേ ഉള്ളൂ. അത് കൊള്ളാൻ ഞാൻ പോവില്ല. കിസ്തയുടെ കാര്യമല്ല പ്രശ്നം. ഇല്ല, അന്യനാട്ടിൽ പോയി ഒരു ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം. ഒത്തിരി പണം ഇനിയും വേണം അവിടേക്ക്. കടവായിട്ടെങ്കിലും ചേട്ടൻ സഹായിച്ചില്ലെങ്കിൽ. എടോ, ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ, ഈ തൊഴിൽ നെറുകേട് കാണിച്ചവരെ ഒതുക്കാനാ. പക്ഷേ നിങ്ങളും അവന്മാരുടെ വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ചേട്ടൻ പറയുന്നത്? കള്ള ഡ്രാഫ്റ്റുമായി ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാറ്റിക്കാൻ? എന്തിനായിരുന്നു അത്? ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മാളിക തീർത്തു, കാറിൽ നാട് മുഴുവൻ വാസ്കോ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള്? പിന്നെ എന്തിനായി ആർത്തി? അത് ചാക്കോയുടെ ഒരു ബുദ്ധിമോശമാണ്. ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് എനിക്ക് തോന്നി അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല. ആ ശരി, പോട്ടെ. പണം ഉണ്ടാവുമ്പോ നമ്മുടെ മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം. അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്താണെന്ന് കരുതിയാ മതി. എടോ, എന്റെ അപ്പൻ കടം കൊണ്ട് തളർന്നപ്പോഴാ ഞാൻ കുടുംബകാരി ഏറ്റെടുത്തത്. പക്ഷേ അങ്ങേര് മരിക്കുന്നത് കടക്കാരനായിട്ടല്ല, പണക്കാരനായ ഈ കുഞ്ഞാപ്പന്റെ അപ്പനായിട്ടാ. എന്റെ മക്കൾക്ക് ഞാൻ പണിയിച്ച വീടായത്. താൻ ആ പുര കണ്ടോ? ഞാൻ ജനിച്ചതവിടെ. എന്തുകൊണ്ടാ ഞാനിത് പൊളിച്ചു പണിയാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയാം. എന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കും. ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നും. മനസ്സിനപ്പോ ഒരു സമാധാനം കിട്ടും. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. വാസു, വന്ന വഴി നമ്മൾ മറക്കരുത്. എടാ അയ്യപ്പ, നമ്മുടെ വാസു ഇല്ലേ പോയത്? വാസു അല്ല, വാസ്കോ മുതലാളി എന്ന് പറ. മുമ്പ് ചാത്തുണ്ണേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഓർമ്മയുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇന്ന് ഞാൻ വന്നു. എനിക്ക് കുറെ പറയാനുണ്ട്. മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഞാൻ വന്നത് ശാരദയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അല്ല, എന്റെ കടപ്പാടുകൾ ഞാൻ മറന്നു. പറയൂ, ശാരദയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വാസുവേട്ടൻ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി.
എനിക്ക് വേറൊന്നും വേണ്ട. ഇതൊന്നും എന്റെ തങ്കത്തിന്റെ ചുണ്ടേ മുട്ടിച്ചിങ്ങിത്താ, അപ്പൊ ഇവൻ അമൃതാവും. ഹലോ ചാക്കോ? യെസ്. ആ വാസു, അളിയ എന്തായി? വാസുവാ കേർത്തി. ആ അയ്യോ അത് പറ്റില്ല. കുഞ്ഞാപ്പൻ ചേട്ടന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങനെ ആരാ? லுக், பணம் வரலன்னா ஒண்ணும் நடக்காது. കേർസി, കുറച്ച് ദിവസത്തെ കൂടെ അവധി വേണം. நான் சொல்ல வேண்டியதை சொல்லிட்டேன், அவ்வளவுதான். சார், பெரிய வாஸ்கோ கம்பெனி, சொன்ன வார்த்தையை காப்பாற்ற முடியல. അല്ല കേർസി, അവിടെ ചില പ്രശ്നങ്ങൾ. பிரச்சனை ஒண்ணும் இல்ல. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லி இங்கே மெட்ராஸ்லயே வாங்கி தரேன். எவ்வளவு வேணும் சொல்லு. എവ്വളോന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന്. ஓகே, அப்படின்னா நாளை காலையில. ஓகே ഓക്കെ. എങ്കെ പോടുങ്കോ. വാസുവിനോടൊന്ന് ചോദിക്കാതെ. ഓ വാസു, ചാക്കോ മുതലാളി വാസ്കോയിലെ പാർട്ട്ണർ അല്ലേ? ഇട്ടോളൂ. കറക്റ്റാ 15 മുതൽ ചെക്ക് പോടുവേ ഞാൻ. என்ன கோபிலால், டோன்ட் வரி, உங்க செக் எல்லாம் கரெக்டா பாஸ் ஆயிடும். ആന്റി, ഐ ആം റെഡി. പോകാം. എങ്ങോട്ടാ മോളെ? ഞാൻ ഡേസിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ആ എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് അവളെ ഹോസ്റ്റലിലാക്കിയേക്കണം. വരൂ.